ഹലോ ഇറ്റ്സ് മീറിന എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാനൊരു കുഞ്ഞ് പ്രാങ്ക് വീഡിയോ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് തമ്പിലായാലും ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഏട്ടനിട്ടൊരു പണി കൊടുക്കാമെന്ന് വെച്ചിട്ട് കുറേ കാലമായിട്ടോ. അപ്പോൾ ഈ വലിയ രീതിയിലുള്ള പണിയൊന്നും അല്ലെങ്കിലും ഒരു ഐലൈനർ, ഒരു ലിപ്സ്റ്റിക്ക്, ഒരു പൊട്ടുമൊക്കെ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8 മണി 8:15 ആയിട്ടുണ്ട്. രാവിലെ ആയിട്ട് ഞാൻ കുറേ തവണ ഏട്ടനെ വിളിച്ചു, ഏട്ടൻ എണീറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല ഉറക്കല്ലേ, ഏട്ടൻ ഒന്ന് എണീറ്റ് ഒന്ന് ബാത്റൂമിലൊക്കെ പോയി വന്ന് കിടന്നുറങ്ങുകയാണെങ്കിൽ പിന്നെ ഒരു 10, 11, 12 മണി വരെയൊക്കെ ഉറങ്ങിക്കോളൂ കേട്ടോ. നമ്മൾ വിളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ ഫോണിൽ വിളിച്ചുകൊണ്ടേ നിൽക്കും. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ നിൽക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ എണീക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു, കൂടെ ഒരു വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വിളിച്ചിട്ടൊന്നും അറിയാത്ത ഒരാൾ പൊട്ട് തൊട്ടപ്പോൾ തന്നെ ഒന്ന് ഞെട്ടിയിട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇനി ഇന്ന് വീഡിയോ ഒന്നും എടുക്കലുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടൻ പിന്നെയും കിടന്നുറങ്ങിയിട്ടോ. അങ്ങനെ പൊട്ട് തൊട്ട് കലാപരിപാടി തുടങ്ങുകയാണ് കേട്ടോ. ഏട്ടൻ്റെ മുഖത്ത് എന്ത് പരീക്ഷിക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം പേടിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ടുണ്ട് നല്ലോണം കൊള്ളൂ എന്നുള്ള പേടിയുണ്ടായിരുന്നു. കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് തേക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഏട്ടന് ചുണ്ടിന് പുണ്ണുള്ളതുകൊണ്ട് തന്നെ ലിപ്സ്റ്റിക്ക് ചുണ്ടുമ്മലേക്ക് ആക്കുമ്പോൾ ഏട്ടനൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഏട്ടനോട് മനസ്സിലായില്ല. ഏട്ടനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുമോ, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ആന കുത്തിയാവരെ ഏട്ടൻ അറിയില്ല കേട്ടോ. പക്ഷെ എങ്കിൽ എനിക്കിപ്പോൾ എന്തെങ്കിലും സുഖമില്ലെങ്കിലോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാനൊന്ന് തിരിഞ്ഞ് മറിഞ്ഞ് കിടന്നാലും ഏട്ടൻ അത് അറിയും. അതെങ്ങനെ അറിയുന്നത് എനിക്കറിയില്ല. ആ സ്ഥാനത്ത് എല്ലാത്ത സമയം എന്നെ ആരെടുത്ത് കൊണ്ടുപോയി പോയാൽ പോലും ഏട്ടൻ അറിയില്ല കേട്ടോ. സുഖമില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഏട്ടൻ വേഗം അറിയും. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ, എണീറ്റൊന്ന് ബാത്റൂമിലൊക്കെ പോയി വന്ന് കിടക്കുവാണെങ്കിൽ പിന്നെ ആളെ നോക്കണ്ട, എപ്പോഴെങ്കിലും എണീക്കൊക്കെ ചെയ്യുക. അപ്പം ഞാനിതാ എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐലൈനർ വെച്ചിട്ട് വരണപ്പോൾ തന്നെ അതൊക്കെ പെരക്കി കളഞ്ഞു. അപ്പം എന്നെ ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനെന്തോ എടുക്കാൻ വന്നെന്തോ പറഞ്ഞിട്ട് അവിടെ തന്നെ കിടന്നു. ഏട്ടൻ അത് അറിയാൻ പോലുമില്ല. വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് നല്ലോണം കൊള്ളുന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ എടുത്തതും. വീഡിയോ ഏട്ടനെ ഞാൻ കാണിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഈ വീഡിയോ ഏട്ടനെ പോസ്റ്റ് ചെയ്യുന്നതും ഏട്ടൻ അറിയൂല. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാലാണ് കേട്ടോ അറിയുക. അതിനുള്ള പണി എനിക്ക് വഴിയേ വരുമായിരിക്കും. അപ്പോൾ അതാ തിരിഞ്ഞ് കിടന്നതുകൊണ്ട് തന്നെ എനിക്ക് ലൈറ്റ് ഇടാണ്ട് ഒപ്പിച്ചതാണ് കേട്ടോ ഞാൻ. പിന്നെ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കർട്ടനൊക്കെ പൊന്തിച്ചിട്ടു കേട്ടോ. ഉറക്കി ഞെട്ടണ്ടെന്ന് വിചാരിച്ചിട്ട്. ഈ പൊട്ടാണെങ്കിൽ കാതിൽ ഒട്ടിച്ച് വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വേട്ടനൊന്ന് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കൊണ്ടും ഐലൈനർ കൊണ്ടുമുള്ള എന്തൊക്കെയോ വരെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതുകൊണ്ട് ഇപ്പോൾ ഉറക്കം ഞെട്ടുന്ന പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇടുന്ന ഒരു ഐലൈനർ എടുത്തിട്ട് അങ്ങോട്ടും ഇടയ്ക്ക് വെക്കുന്നുണ്ട്. ഞാൻ എന്താണെന്നൊന്നും അറിയില്ല, കണ്ണൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ പ്രാങ്ക് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയും മുഖത്ത് വരച്ചിട്ട് അറിയാത്ത ഒരാളോന്ന്. ഏട്ടൻ അങ്ങനെയാണ്. ഇത് ഞാൻ ഏട്ടൻ അറിഞ്ഞുകൊണ്ടൊന്നും എടുക്കുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വായിലൊരു പുണ്ണുണ്ടായിരുന്നു, അത് തട്ടിപ്പോയത് സീനായിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കണ്ണൊന്നും തുറന്നില്ല. ഞാൻ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാണ്ട് കേട്ടോ. ഫാനൊന്നും ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മുടി കെട്ടാനുള്ള എന്താ പറയുക, റബ്ബർ ബാൻഡ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. മുടി കെട്ടുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. മുടി വാരാണ്ടാണ് കേട്ടോ മുടി കെട്ടിയിട്ടുണ്ടായിരുന്നത്. മുടി വാരുവാണെങ്കിൽ ഏട്ടൻ അറിയും. ഇതെങ്ങനെയോ എല്ലാം ഞാൻ കെട്ടുകയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇത് സ്പീഡിലാണെന്ന്. പക്ഷെ ഞാനത് എൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് കൊടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് ഞാൻ വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ ഏട്ടനെ എണീറ്റ് കണ്ണാടി കാണുമ്പോൾ എനിക്ക് നന്നായിട്ട് കൊള്ളുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല കോമഡി വന്നത്, ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ടൈമിലാണ് കേട്ടോ ഏട്ടൻ വീഡിയോ ഞാൻ എടുക്കുന്നത് കണ്ടപ്പോഴാണ് ഏട്ടൻ മനസ്സിലായത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ടത്. എന്നിട്ടും ഏട്ടൻ നേരെ ബാത്റൂമിൽ പോയിട്ട് ബ്രഷും എടുത്ത് പോവുക ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് മുഖം കഴുകിയിട്ട് കണ്ണാടി നോക്കി വന്നിട്ട് പോയിട്ട് മുഖം കഴുകിക്കോ എന്ന് പറഞ്ഞു. അത്രയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. ഇതെന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാണിച്ച് കൂട്ടുമ്പോൾ എനിക്കൊരു പേടി കേട്ടെന്ന് ചീത്ത പറയുന്നൊക്കെ ആയിരുന്നു കേട്ടോ. ഇതൊന്നും അറിയാണ്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞതിന് ശേഷമാണ് കണ്ണാടിയിലൊക്കെ പോയി നോക്കുന്നത്. ഇപ്പം ഏട്ടൻ പറയുന്നത് എന്താണെന്നല്ലേ,
വിചാരിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. കാരണം ഏട്ടൻ നാളെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. പോകുന്നത് കൊണ്ടുള്ള ഒരു സ്നേഹ കൂടുതലായിരുന്നു അത് എന്നോട് ഒന്നും പറയാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്. ഇതിൽ വലിയൊരു പ്രാങ്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഏട്ടൻ കാണുവാണെങ്കിൽ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.